പിന്നെ വളരെ മുൻഗാമി പ്രസംഗത്തിൽ ഞാൻ വിവാദ വിഷയം നിങ്ങൾക്ക് വലിയ പ്രശ്നമില്ല. ഞാൻ പറഞ്ഞ വിഷയത്തിന് ഘടകവിരുദ്ധമായി അബ്ദുൽ കരിമിലാക്കിയത് TV ചാനലും വന്നു. ആ ചാനൽ വന്നത് പോരാഞ്ഞിട്ട് മർക്കസ് സേവയിൽ 15 മിനിറ്റ് ഇരുന്ന് റെക്കോർഡ് ചെയ്ത് അത് വാട്സപ്പിലൂടെ ആകമാണ് ശ്രമിച്ചു. അതിന് യാതൊരു കുഴപ്പമില്ല. അതിന് കൃത്യമായ മറുപടിയാണ്. പിന്നെ നാളെന്ന് പറഞ്ഞല്ലോ, ജില്ല മനുഷ്യ ശരീരത്തിൽ നിന്ന് മുജാഹിദുകൾക്കാർക്ക് വിശ്വാസമാണ്. ഞങ്ങൾ വിശ്വസിക്കുന്നു. അതുകൊണ്ട് അതിന് തെളിവ് ഞാൻ മോദി കേട്ടോ അതെ. അല്ലെങ്കിൽ നമ്മളിപ്പോ പറഞ്ഞില്ല വിഷയങ്ങള് അല്ല, അത് വിവാദമല്ല, അത് ഏതൊരു വിവാദമല്ല. ഖുർആനിൽ പറഞ്ഞ കേവലം ഈ രണ്ട് വിഭാഗവും നമ്മൾ യോജിക്കാനെങ്കിൽ എടുത്തിരിക്കുന്ന തീരുമാനങ്ങളിൽ ഖുർആനിലോ ഹദീസിലോ പറഞ്ഞ ഒരു സംഗതി പറയേണ്ട തീരുമാനിച്ചിട്ടില്ല. ആര് തീരുമാനിച്ചില്ല? ഒരു വിവാദമായ വിഷയം പ്രബോധന വിഷയമാക്കിയിട്ടില്ല. അതാണ് ഞാൻ പ്രബോധന വിഷയമാക്കിയിട്ടില്ല. ആ സമയത്ത് നെറ്റിലൂടെ വാട്സപ്പിലൂടെയും യൂട്യൂബിലൂടെയും ഫേസ്ബുക്കിലൂടെയും വളരെ വ്യാപകമായിട്ട് കൊടുക്കുകയാണ്. ഇന്ത്യ പ്രസംഗപ്പെടുന്നത് മാത്രമല്ല, അത് റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പിന്നെ അത് ആ പറഞ്ഞ നിലപാടുണ്ടല്ലോ, ആ നിലപാട് കൃത്യമാണ്. ഞാൻ വിശ്വസിക്കുന്നുണ്ട് ജിന്ന് മനുഷ്യ ശരീരത്തിൽ പ്രവേശിക്കും. അപ്പൊ നാടിക്കന്നെ വിട്ടത് ഞാനിപ്പോ പറഞ്ഞേ ആയിഷാബിക്കല്ല സൊഫിയ ബീവിന്റെ ചരിത്രത്തിൽ ബാക്കിയുടെ അതിഥി വെച്ചാണ് അലാസിക്കുമാ എത്രയാണ് കേട്ടോ എന്നൊക്കെ ശൈത്താൻ മനുഷ്യ ശരീരത്തിൽ രക്തം സഞ്ചരിക്കുന്നത് എവിടെയൊക്കെ ഉണ്ടോ അവരൊക്കെ ശൈത്താൻ സഞ്ചാരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ല, അള്ളാഹുവിന്റെ റസൂലാണ്. ആ റസൂലിനെ ഞങ്ങൾ വിശ്വസിക്കുന്നില്ല, നിങ്ങൾ വിശ്വസിക്കുന്നില്ല, നമ്മളെ ശരി. അപ്പൊ അതുകൊണ്ട് ജിന്ന മനുഷ്യ ശരീരത്തിൽ കൂടും എന്നത് ഖുർആനിന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ തെളിയിക്കപ്പെട്ടതും അഹ്ലു സുന്നയുടെ പണ്ഡിതന്മാർ ഇക്കാലം അത്രയും സ്വീകരിച്ചതാണ്. ഈ വേറെ പറയണം, ഇവിടെ പറഞ്ഞ ഞാനാ പറഞ്ഞ കരാർ ലംഘനാണ്. യഥാർത്ഥത്തിൽ കരാർ ലംഘിച്ചതില്ല, കരിമ്പിലാകെയാണ് കരാർ ലംഘിച്ചത്. കാരണം സ്വഹീഹായ വിശുദ്ധ ഇസ്ലാമിന്റെ ഒന്നാമത്തെ പ്രമാണം വിശുദ്ധ ഖുർആനും രണ്ടാമത്തെ പ്രമാണം സ്വഹീഹായ ഹദീസുമെല്ലാം. ചർച്ചയിൽ പങ്കെടുത്തപ്പോഴും പിന്നെ പങ്കെടുത്തപ്പോഴും ജിന്നു കൂടും മനുഷ്യ ശരീരത്തിൽ ജിന്നു കൂടും എന്നതിന് ഖുർആനിൽ തെളിയില്ലാതെ ഹദീസിനെ കുറിച്ച് അക്ഷരം പറഞ്ഞില്ല. എനിക്ക് പറയുന്നത് ഖുർആനിൽ തെളിവുണ്ട്. നിങ്ങൾ അംഗീകരിക്കുന്ന നിങ്ങളെ പണ്ഡിതന്മാർ അംഗീകരിക്കുന്ന ഞാനെന്നെ പറഞ്ഞു ക്ഷണിക്കണം കേട്ടോ. ഞാൻ പറഞ്ഞുകൊണ്ടാണ് എനിക്ക് പറയേണ്ടി വന്നത്. ഇത് CP ഉമർ സുലൈമിയോ അല്ലെങ്കിൽ പിന്നെ ജമാലുദ്ദീൻ ഫാറൂഖിയോ അതുപോലെയുള്ള പണ്ഡിതന്മാരോട് ചോദിക്കും, എന്താണ് ഇതിനെ അഹ്ലു സുന്നയുടെ പണ്ഡിതന്മാർ നമ്മളെ ചർച്ചയിലുള്ള ഒരു തീരുമാനം അംഗീകരിച്ചതാണ്. അതാണ് ഞാൻ തുടക്കത്തിൽ ഞാൻ പറഞ്ഞത്. നമ്മൾ ആദ്യം വിചാരിച്ചിട്ടുള്ളത് ഈ സംഘടന ആദർശ തീരുമാനം ആദ്യം വായിച്ചത് മനസ്സിലാക്കാം. ഇത് വായിച്ചത് മനസ്സിലാക്കാം. ഇതൊക്കെ പുറത്തേക്ക് എത്തിക്കാം. മൻഹജ് സലഫ് എന്നത് ചർച്ച ചെയ്ത ആദർശങ്ങൾ ചർച്ച ചെയ്ത. പക്ഷെ വളരെ ഖേദകരം തരുമോ, പല കുട്ടികളും പറഞ്ഞത് ഞങ്ങളൊക്കെ നേതൃത്വം പറഞ്ഞത് ആദർശ വിഷയത്തിൽ യാതൊരു മാറ്റമില്ല, ആകെപ്പാട് ഐക്യം നടക്കാനുള്ള കാരണം അത് കേരളത്തിന്റെ ജിന്ന് വിഭാഗത്തെ പ്രതിരോധിക്കാൻ കഴിയുന്നില്ല. ഭയങ്കര ബന്ധത്താണ് പറയുന്നത്. കാരണം ജിന്ന് വിഭാഗം എന്നോ പറ്റ മണ്ണികളിൽ പോയി. അങ്ങനെ ഞങ്ങൾക്ക് പ്രയാസമുള്ള കാലം ഉണ്ടായിരുന്നു. പക്ഷെ അത് തന്നാല് അനുഗ്രഹം കൊണ്ട് പോലെ ഒതുക്കി ഞങ്ങളെ ചെയ്യും. ഇവിടെ 13 കഴിഞ്ഞല്ലോ. പിന്നെ പറഞ്ഞത് ആഗോള സലഫിസത്തിനെതിരെയുള്ള പിന്നെ സിയോണിസ്റ്റുകളുടെ ഫാസിസ്റ്റുകളുടെ നീക്കമാണ്. ആകൂല അത് പ്രത്യേകത ഒന്നായിരത്തിലേക്ക് കൊണ്ടുവരില്ല. പിന്നെ ഏകശരി ഇപ്പോഴാണ് ഇതൊക്കെ ഇങ്ങനെ ഒരുപക്ഷെ ചില ആൾക്കാർക്ക് നേതാക്കന്മാർ പറഞ്ഞിട്ടുണ്ടാവും. നമ്മളെ സംബന്ധിച്ച് നമ്മളെ സംബന്ധിച്ച് ആദർശ വിഷയത്തിൽ ചർച്ച നടന്നിട്ടുണ്ട്. അതിലൊന്നും മൻഹജ് സലഫാണ്. മൻഹജ് സലഫ് എന്താണെന്ന് അറിയോ? വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും സച്ചരിതരായ മുൻഗാമികൾ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കുക. അതാണ് മൻഹജ് സലഫ് തീരുമാനം. രണ്ട് വിഭാഗം പ്രബന്ധം ലഭിച്ചു. ആ പ്രബന്ധത്തിലെ അഭിപ്രായ വ്യത്യാസങ്ങൾ വീണ്ടും തീരുന്നു, ചർച്ച ചെയ്തു, ഏതൊരു തീരുമാനം വേണ്ടി. ആ തീരുമാനത്തിന്റെ കാമ്പ ഞാൻ പറയുന്നത് ആരാണത്? ഒന്നാമത് സ്വഹാബത്ത്, 2 താബീഈങ്ങൾ, 3 തബഉ താബീഈങ്ങൾ. ഖൈറുൽ ഖുറൂനി ഖർനി ثم الذين يلونهم എന്ന ഹദീസിനെ ബേസ് ചെയ്തിട്ടാണ്. السابقون الأولون من المهاجرين
എന്ന ആയത്തിൽ എന്താണ് അതിൽ സ്വഹാബത്തിനെയും താബീങ്ങളെയും തബൂഅ് പിൻപറ്റുന്ന പിൻകാലക്കാരൊക്കെ മൻഗൽസറിന്റെ നടത്തിക്കൊണ്ടവരാണ്. അവരുടെ പാത പിൻപറ്റുന്നത്. ആ പാത പിൻപറ്റിയനുസരിച്ച് അല്ലെങ്കിൽ എന്ന ആയത്തിന്റെ വിശദീകരണത്തിൽ ആയതിനെ ഒരൊറ്റ കുട്ടിയും അതിന് സുന്നിയുടെ ഒറ്റ കുട്ടിയും എഴുതിയില്ല. ഇപ്പറഞ്ഞത് പോലെ വ്യാഖ്യാനിച്ചില്ല. എതിർത്ത് വ്യാഖ്യാനിക്കുന്നത് മുഴത്തസിയാണ്. മുഴത്തസിയാണ്. അപ്പൊ ഇവിടെ ശബാബിന്റെ ശരീജി എന്ന് പറയുന്ന കുട്ടിയുടെ ഉപ്പയപ്പോ ഈസ് തമ്മിൽ അങ്ങനെ വായിച്ചു കൊടുത്തു. അതിങ്ങനെ പറയുന്നുണ്ട്. പിന്നെ ഈ ഇതായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയം പണ്ഡിതന്മാരെ അങ്ങനെ പറഞ്ഞത്. ഈ എതിര് പറഞ്ഞ കുട്ടി മുഴുവൻ പണ്ഡിതന്മാരും മുഅ്തസിലി പണ്ഡിതന്മാരോ അശ്അരി പണ്ഡിതന്മാരോ ആണ്. അഹ്ലു സുന്നത്ത് പണ്ഡിതന്മാരല്ല. ശബാബിൽ വരും, അത് വായിക്കണം. അത് പിന്നെ തർക്കത്തിനെതിരല്ല, ഭിന്നതയ്ക്കെതിരല്ല, പിന്നെ കരാറിനെതിരല്ല. ഇതിന് എന്തിനാണ് ശബാബിൽ വന്നത്? ശബാബിൽ മൂസ മാണിക്കലിന്റെ പണ്ടത്തെ ലേഖനം വന്നു. നിങ്ങൾക്കറിയോ? മൂസ മാണിക്കലിന് ആ ലേഖനത്തിന് മറുപടി കുറിപ്പായിട്ട് KP മുഹമ്മദ് മുനവി ഒരു പിന്നെ സർക്കുലർ എന്ന രീതിയിൽ എല്ലാ ശബാബും വായിച്ചിട്ടുണ്ട്. ആ ലേഖനത്തോട് യോജിക്കുവാണ്. ഞാൻ ആ ലേഖനത്തിലത് നിങ്ങൾ യോജിക്കും. ആ ലേഖനത്തിലത് സിഹറിന്റെ ദുരിതയും ഹഖീഖത്തും ഉണ്ട് എന്നത് അഹ്ലു സുന്നയുടെ ഭൂരിപക്ഷം അഹ്ലു സുന്നയുടെ വിശ്വാസമാണ്. ന്യൂനപക്ഷമായ അഹ്ലു സുന്നയും മുഅ്തസിലിയുമാണ് അതിന് തെളിവും അപ്പോൾ ഹഖീഖത്തും ഇല്ലെന്ന് പറയുന്നതാണ്. എനിക്ക് പറയാൻ പറയാം, ശബാബിലെ ആ ലേഖനം അനുസരിച്ച് ഞങ്ങളെ അഹ്ലു സുന്നയല്ല. അതിനനുകൂലിക്കുന്ന അത് ആ ലേഖനത്തെ പരാമർശത്തെ അനുകൂലിക്കുന്ന ലേഖകരും അതിനനുകൂലിക്കുന്ന മറ്റുള്ളവരും മുഅ്തസിലിയത്തിലുണ്ട്. അതായത് തെളിവും ഹഖീഖത്തുമില്ല എന്നത് മുഅ്തസിലിയത്തിന്റെ വാദമാണ്. അതിന് അമാനി പോലെ തഫ്സീർ പോയി ഈ സൂറത്ത് നാസിന്റെ വിശദീകരണത്തിൽ അമാനി പോലെ പറഞ്ഞിട്ടുണ്ട്. സിഹറിന്റെ ഹഖീഖത്തിനെ നിഷേധിച്ചത് മുഅ്തസിലിയാണ്. അഹ്ലു സുന്നയുടെ വിശ്വാസമല്ല. അതുകൊണ്ടാണ് ഒരിക്കലും ഈ വിശ്വാസമായിട്ടാണ് ഞങ്ങൾ രണ്ടുകൂട്ടം പോകുന്നത്. ഐക്യണ്ടാവില്ല. അങ്ങനെ ഐക്യം വേണ്ടെന്നാണ് പറയാം. അതായത് ആദർശത്തിൽ ഒത്തൊരുമിച്ചില്ല ഐക്യത്തിന് വേണ്ട. കാരണം ഒന്നാവില്ല. അതുകൊണ്ട് അവരൊക്കെ വിശ്വസിച്ചു. ഞാൻ വിശ്വസിക്കുന്നു. ഈ കൂട്ടത്തിലുള്ള പിന്നെ കേരളത്തിന്റെ പക്ഷത്തുള്ളവരും വിശ്വസിക്കുന്നു. നിങ്ങളും വിശ്വസിക്കണം എന്നാണ് പറയണത്. ഞാൻ വിശ്വസിക്കാം. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ മാറ്റം ചെയ്യുക. പക്ഷേ കേരളം എന്ന വിചാരത്തിന്റെ സംഘടനാപരമായ നിലപാട് ഞാൻ സംശയമില്ല. അതിനോട് യോജിക്കാൻ പറ്റുന്നോട് യോജിക്കാം. അല്ലാത്തത് നമുക്ക് കാണിക്കുന്നുണ്ടല്ലോ. മുമ്പ് രണ്ടിലും ഒരു മാത്രമല്ലേ രണ്ട് വിഭാഗമായി അറിഞ്ഞിരുന്ന ജനമുണ്ട്. ആ വിഷയത്തിലുണ്ടോ നമ്മൾ മണ്ഡലം കമ്മിറ്റിയുടെ ഒരു കാര്യമായിട്ട് എഴുതുക, ജമിയത്തുലമയ്ക്ക് എഴുതുക, കേരളം എഴുതുക, മണ്ഡലം അടുത്ത നാട്ടുകാരൻ നോട്ടൊക്കെ എന്ന മണ്ഡലം കമ്മിറ്റിയിൽ ഇങ്ങനെ വിഷയം വന്നിരിക്കുന്നു. ഒരു വ്യക്തിയും അതിനനുകൂലിക്കുന്ന ഇന്ന വ്യക്തികളോ ഇന്ന വാദക്കാരാണ്. അതായത് ഞാനും പിന്നെ ഞാൻ പറഞ്ഞ കാര്യത്തെ അനുകൂലിക്കുന്നവരും ഇന്ന വ്യക്തികളാണ്. ഇതിൽ കേരള യുവത്തിനുണ്ടായിരുന്നെങ്കിലും കേരള ജമിയത്തുകളുടെയും നിലപാട് രേഖാമൂലം അറിയിക്കണം എന്ന് പറഞ്ഞാൽ ഇതെന്നെ അനുകൂലിക്കുമെന്നും പോയി അങ്ങനെ പൊന്നാറ അഭിഭാഗം. ഞാൻ ആദ്യം ജനങ്ങളെ ഖുർആനിലും ഹദീസിലുള്ളത് എന്തിനു നമ്മളെ അംഗീകരിക്കാൻ വിശുദ്ധകാലവാദം വേറെ അത് സ്വീകരിക്കാൻ വിശുദ്ധകാര്യം എന്ന് പറയുന്നത് അവർക്ക് പ്രമാണത്തിന് പിൻബലമില്ലാത്ത വിശ്വാസത്തെ അല്ലെങ്കിൽ അനുകൂലിച്ചില്ല. ഒരു മനുഷ്യന്റെ ശരീരത്തിൽ ശൈത്താൻ കൂടിയിട്ടുണ്ടോ ഇല്ലേ തീരുമാനിക്കാൻ നിൽക്കും നമുക്ക് വരില്ല. അത് തീരുമാനിക്കാൻ വേണ്ടിയുള്ള പ്രവാചകൻ പറഞ്ഞോളി. നമ്മളാണ് അങ്ങനെ തന്നെ വിശ്വസിക്കുന്നത്. നമ്മളെ വിശ്വാസം തന്നെയാണ്. റസൂലുള്ളാഹിയുടെ അടുക്കൽ ജിന്ന് കൂടിയിരിക്കുന്ന മനുഷ്യന്മാരുണ്ട്. ഉസ്മാൻ ഇബ്നു അബിൽ ആസ് എന്ന് പറയുന്ന സഹാബി തഖീഖ് ഗോത്രക്കാരനാണ്. അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ജിന്ന് പ്രവേശിച്ച് നബിയിലേക്ക് വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് പൊളിക്കാൻ പറഞ്ഞു. നബി വായനയിൽ കുത്തി നെഞ്ചത്തടിച്ചു. ഇതൊക്കെ ഹദീസിന്റെ സ്വഹിയായ ഹദീസാണ്. എന്നിട്ട് പറഞ്ഞു, ഇനി നിനക്ക് ഇങ്ങനെ അനുഭവപ്പെട്ടാൽ ഇങ്ങനെ ആരെങ്കിലും മുമ്പ് പോയി തൊഴിൽ ചൊട്ടൊന്നല്ല, നിനക്ക് പ്രയാസമുള്ള സ്ഥലത്ത് നീ കൈവച്ചോ. എന്നിട്ട് പറയണം നീ പിന്നെ ബിസ്മില്ല എന്ന് 3 തവണ എന്ന് ആ അതൊക്കെ ഞാൻ ഹദീസിന് തരാം, കോപ്പിട്ട് തരാം, അതിനുള്ള കുറിച്ചില്ല, അതിന്റെ പ്രിന്റ് ഔട്ട് തരാം.
ഏത് ഹദീസാണ് ഏത് ഗ്രന്ഥാണ് എന്നൊക്കെ തന്നുപോയി. എനിക്ക് ഞാൻ ഒറ്റക്ക് പറയാനല്ലോ, ഹദീസ് ഗ്രന്ഥങ്ങളിലുള്ള സംഗതിയല്ലേ. എന്ന് നീ 7 തവണ പറ എന്ന് പറഞ്ഞിട്ടാണ് ഉസ്മാൻ ബിൻ അബ്ദുൽ പറഞ്ഞയച്ചത്. അബൂ ഹുറൈറയുടെ അടുക്കൽ നമ്മളെല്ലാം അംഗീകരിക്കുന്നതല്ലേ, അബൂ ഹുറൈറയുടെ അടുക്കൽ ചെയ്തു പിശാച് വന്നു മനുഷ്യരൂപത്തിൽ. ആരാ അംഗീകരിക്കാത്തവര്? പക്ഷെ ഈ ഇപ്പൊ ഞാൻ ആദ്യം പറഞ്ഞത് അത്തുപ്പാക്കാൻ മുന്നേ തോന്നി നമ്മൾ കേട്ടിട്ടില്ല. എന്നാൽ അബൂ ഹുറൈറയുടെ അടുക്കൽ പിശാച് വന്നത് നമ്മൾ കേട്ടിട്ടില്ല. കാരണം നമ്മൾ നേരത്തെ കൊടുത്തു. സഫിയ റളിയല്ലാഹു അൻഹയുടെ കഥ മാലിന്യമുള്ള ഹൈറത്തി, കാരണം നേരത്തെ കൊടുത്തു. ആ ഇതിന് ബാക്കി എന്താ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബാക്കി എന്താ? രക്തസഞ്ചാരമുള്ളിടത്തൊക്കെ പിശാചിന് സഞ്ചാരമുണ്ട്. ആ ഹദീസിന് അഭിനയിക്കുന്ന പണ്ഡിതന്മാരെന്ന് മനസ്സിലാക്കിയത് അത് പുറമതല്ല. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ പുറത്തുനിന്ന് വാങ്ങുന്നതോ ആയിക്കോട്ടെ. അതും വ്യാഖ്യാനിച്ചിട്ടുണ്ട്, ഞാനും വ്യാഖ്യാനിച്ചിപ്പോ കാരണം ഇത് തീരാനാണ് എന്തിനാണ് ഐക്യപ്പെട്ടത്? ഏതിൽ ഐക്യപ്പെട്ടത്? അല്ലേ, ഇതിൽ നിങ്ങൾക്കൊക്കെ ഇതുണ്ടോ? ജിന്ന് മേത്ത് കയറുന്നില്ലേ? അല്ല, ഞാൻ ചോദിച്ചു, അതിന് മറുപടി കഴിഞ്ഞു. ഞാൻ എഴുതി നമ്മൾ മാച്ചോടെ വായിക്കുക. അതിൽ ഒന്നാമത്തേതിന് അനുകൂലിക്കുന്നൊരു ഒപ്പില്ല, രണ്ടാമത്തേതിന് അനുകൂലിക്കുന്ന ഒപ്പില്ല. എന്നിട്ടായത് ഈ വിഷയത്തിൽ കേരള ജനതയെയും കേരള നേതൃത്വം വിചാരിക്കുകയും മതപരമായ ആദർശപരമായ നിലപാട് എന്താണ് എന്ന് തെളിവ് സഹിതം ഇത് രേഖാമൂലം ഞങ്ങൾക്ക് അറിയിച്ചു തരണം.